ഇനി നമുക്ക് ബ്രെഡ് വെജിറ്റബിൾ റോള് ചെയ്യാം. അതിന് ഞാനിവിടെ വലിയ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം ചെറുതായി എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 2 ബീൻസ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഓപ്ഷണലാണ്, മല്ലിത്തഴ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കൂടാതെ കോൺഫ്ലേക്സ് ആണ്, നമ്മൾ ബ്രെഡ് ക്രംസ് ആയാലും മതി, ഞാൻ ഇപ്പോൾ കോൺഫ്ലേക്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബ്രെഡ് സ്ലൈസ് സാൻഡ്വിച്ച് ബ്രെഡ് 5 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ. നമുക്കിനി സ്റ്റൗവിലൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട്. ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട്, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു ക്യാരറ്റാണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഒരു കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ, അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ ക്യാബേജ്, ഗ്രീൻ പീസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് ശേഷം മൂടി മാറ്റി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് നല്ലപോലെ അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തു എന്ന് മാത്രം. നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതായ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിത്തഴ ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അതൊരു ഭാഗത്തേക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. അത് നല്ല പോലെ ഒന്ന് തണുക്കട്ടെ. നമുക്ക് അപ്പോഴേക്ക് മറ്റു കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം. ആദ്യം നമുക്ക് കോൺഫ്ലേക്സ് പൊടിച്ചെടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അത് നമുക്ക് ഒന്ന് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. റോള് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ മൈദമാവ് എടുത്തിട്ട് അതൊന്ന് പേസ്റ്റ് പോലെ മിക്സ് ചെയ്ത് വെക്കണം. നമുക്കിത് റോളിൻ്റെ അരികത്ത് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചു. വെജിറ്റബിൾ മിക്സ്
കോൺഫ്ലേക്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദ മിക്സ് കലക്കി വെച്ചിട്ടുണ്ട്. മൈദ പേസ്റ്റ് പോലെയാക്കി വെച്ചിട്ടുണ്ട്. അല്പം ടൊമാറ്റോ സോസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അരികെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് അത് ആവി വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു ആവി കിട്ടിയാൽ മതി, ഒരു സ്റ്റീമായി കിട്ടിയാൽ മതി. നമുക്ക് റോൾ ചെയ്തെടുക്കുമ്പോഴൊക്കെ നേരെ ഒരു മയത്തോടു കൂടി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവി വന്നിട്ടുണ്ട്, നമുക്ക് ബ്രെഡ് മാറ്റാം. ഇനി നമുക്ക് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് തിന്നായി വരും. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വെജിറ്റബിൾ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം. ടൈറ്റായിട്ട് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് റോൾ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അറ്റം ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ഒരു ചെറിയ പേസ്റ്റ് പോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മൈദയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം, മൈദ മിക്സിൽ. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ 4 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്കിനി വെജിറ്റബിൾ റോള് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഒന്ന് തിരിച്ചും മറിച്ചും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ബ്രെഡ് വെജിറ്റബിൾ റോൾ തയ്യാറായിട്ടുണ്ട്.